ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സന്ധ്യയുടെ വീടാണ്. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഞാനൊരു തീരുമാനമുണ്ടാക്കിയേക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് നന്ദൻ. കൂടാതെ സന്ധ്യയ്ക്ക് നാളെ പിറന്നാളിന് ഇടാനുള്ള ഡ്രസ്സും നന്ദൻ തന്നെ സമ്മാനമായി നൽകുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദൻ നെല്ലിശ്ശേരിയിലെത്തിയിരിക്കുന്നതാണ്. അർച്ചന സന്ധ്യയെ കണ്ട കാര്യം സന്ധ്യ എന്നോട് പറഞ്ഞിരുന്നു. എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞ് നാളെ നടത്താൻ പോകുന്ന ആനിവേഴ്സറി ഫംഗ്ഷൻ മാറ്റിവെക്കണം. നന്ദേട്ട, എനിക്ക് എങ്ങനെ അത് പറയാൻ സാധിക്കും? ഇതൊന്നും ഞാൻ പറഞ്ഞ് നടത്തുന്നതല്ലല്ലോ, അച്ഛൻ്റെ ആഗ്രഹം കൊണ്ട് നടത്തുന്നതല്ലേ. അർച്ചന എന്നെ വിഷമഘട്ടത്തിൽ സഹായിച്ചേ പറ്റുമെന്ന് നന്ദൻ പറയുമ്പോൾ അർച്ചന പറയുകയാണ്, നന്ദേട്ടൻ തന്നെ അച്ഛനോട് ഈ കാര്യം പറയേണ്ടി വരും. പക്ഷേ അങ്ങനെ തുറന്നു പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നെനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അപ്പോൾ അർച്ചനയും എന്നെ കൈയൊഴിയുകയാണല്ലേ എന്ന് നന്ദൻ ചോദിക്കുന്നു. നന്ദേട്ട, ഞാൻ കൈയൊഴിയുകയൊന്നുമല്ല. പക്ഷേ അച്ഛൻ്റെ ആഗ്രഹം പോലെ ഇപ്പോൾ ഈ ചടങ്ങ് നടക്കുന്നതല്ലേ നല്ലത്. സാരമില്ല, ഞാൻ അർച്ചനെ നിർബന്ധിക്കുന്നില്ല. എന്തു ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം എന്നൊക്കെ നന്ദൻ പറയുമ്പോൾ അർച്ചന പറയുകയാണ്, നന്ദേട്ട, എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. കുടുംബം തകർക്കുന്ന ഒന്നും തന്നെ നന്ദേട്ടൻ ചെയ്യരുത്. ഞാനും ഒരു പച്ചയായ മനുഷ്യൻ തന്നെയാ. അതുകൊണ്ട് ഞാനും എൻ്റെ തീരുമാനങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ ദേഷ്യത്തോടെ തൻ്റെ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. കയ്യിലൊരു ബോക്സ് പിടിച്ചുകൊണ്ട് അവന്തിക ചിന്തിക്കുകയാണ്. ഇയാൾക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ല, എല്ലാം വെറും ഡ്രാമ മാത്രം. അയാൾ ഒരിക്കലും എന്നിൽ നിന്നും ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാകില്ലല്ലോ. അതേസമയം നന്ദൻ മുറിയിലേക്ക് ചെല്ലുകയാണ്. നന്ദനെന്ന് നിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാ. ഒരു മുണ്ടും ഷർട്ടുമാണ്. ഇതെടുത്തുകൊണ്ട് എൻ്റെ കൂടെ അമ്പലത്തിലൊന്ന് വരണം. ഓഹോ, അതാണോ അപ്പോൾ നിന്റെ ആഗ്രഹം? അത് കഴിഞ്ഞ് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, ആദ്യം നന്ദേട്ടൻ ഇതൊന്ന് വാങ്ങിക്ക്. പഴയതെല്ലാം നമുക്ക് മറക്കാം, ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാമെന്ന് അവന്തിക പറയുമ്പോൾ നന്ദൻ പറയുകയാണ്, നിന്റെ ആഗ്രഹമൊക്കെ കൊള്ളാം. നിന്റെ ആഗ്രഹം പോലെ തന്നെ ഈ മുണ്ടും ഷർട്ടും ഞാൻ ധരിക്കും. പക്ഷേ ഉണ്ടല്ലോ, അത് നീ ചാകുന്ന ദിവസം മാത്രമായിരിക്കുമെന്ന് നന്ദൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തികയുടെ സമ്മാനം കട്ടിലിലേക്ക് വലിച്ചെറിയുകയാണ് നന്ദൻ. നന്ദേട്ട, അമ്പലത്തിലെങ്കിലും വന്നിട്ട് പൊക്കൂടെ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ പറ്റില്ലെന്ന് നന്ദൻ പറയുന്നു. ശരി, എന്നാൽ അവിടെയും വരണ്ട. വൈകിട്ടത്തെ ഫംഗ്ഷനെങ്കിലും കൃത്യമായി ഒന്ന് എത്തണം. അച്ഛൻ്റെ ആഗ്രഹമല്ലേ. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് ഞാൻ എല്ലാവരോടും പറയും. എൻ്റെ കാര്യത്തിലെ എനിക്ക് മറ്റാരുടെയും അഭിപ്രായവും തീരുമാനവും ഒന്നും ഇനി ആവശ്യമില്ല. അതുകൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ മുറിയിൽ നിന്നും പോകുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നെല്ലിശ്ശേരി വീട്ടിലെ നിന്റെ അവസാനത്തെ ആഘോഷമായിരിക്കും ഇന്നത്തേത്. അങ്ങനെ നന്ദൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ നന്ദനെ തടഞ്ഞു നിർത്തുകയാണ് സേതുമാധവൻ. ഇന്നത്തെ ദിവസം തന്നെ നിനക്ക് ഓഫീസിൽ പോകണോ നന്ദ എന്ന് സേതു ചോദിക്കുമ്പോൾ പോകണമെന്ന് നന്ദൻ പറയുന്നു. നീയുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നാ ഞാൻ കരുതിയത്. അതിന് ഇന്നെന്താ ഇത്ര പ്രത്യേകത? സാധാരണ ഒരു ദിവസം പോലെ തന്നെയാണെന്ന് നന്ദൻ ദേഷ്യത്തോടെ പറയുന്നു. ടൗണിലെ ബേക്കറിയിൽ ഞാനൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിക്കൊണ്ട് വേണം നീ വൈകുന്നേരം വരാനെന്ന് സേതു പറയുമ്പോൾ വൈകുന്നേരം വരാൻ പറ്റുമോ എന്ന് അറിയില്ല, ഞാൻ ശ്രമിക്കാമെന്ന് നന്ദനും പറയുന്നു. തുടർന്ന് അവന്തികയുടെ അടുത്തേക്ക് ചെന്ന് സേതു പറയുകയാണ്, എൻ്റെ വാക്കുകൾ അവൻ ഒരിക്കലും ധിക്കരിക്കില്ല. അതൊക്കെ അച്ഛൻ്റെ വിശ്വാസം മാത്രമാണ്. അങ്ങനെയൊന്നും നടക്കാനേ പോകുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നതെന്ന് അവന്തിക പറയുമ്പോൾ നടക്കുന്നത് എന്താന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് സേതുവും ദേഷ്യത്തോട് പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് സേതു പോകുമ്പോൾ അവന്തിക മനസ്സിൽ പറയുകയാണ്, കിളവൻ്റെ വിചാരം മകൻ ഇപ്പോഴും പഞ്ചപാവമാണെന്നാ. കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്നത് പോലെയാ മകൻ്റെ സ്വഭാവമെന്ന് അയാൾ അറിയുന്നില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് ആനിവേഴ്സറി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുന്ന അർച്ചനയും അനഘയും സ്നേഹയുമാണ്. നമ്മൾ ഒരുക്കങ്ങളെല്ലാം നടത്തിയിട്ട് നന്ദേട്ടൻ വരുമല്ലോ അല്ലേ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ നന്ദേട്ടൻ എന്താണെങ്കിലും വരുമെന്ന് അർച്ചന പറയുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം കേക്കും കൂടി എത്തുകയാണ്. നിങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്ക്, ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് സേതു അവന്തികയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മോൾ ഇതുവരെ റെഡിയായില്ലേ? നന്ദൻ ഇപ്പോൾ വരുമെന്ന് സേതു പറയുമ്പോൾ നന്ദേട്ടൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് അവന്തിക പറയുന്നു. നന്ദേട്ടൻ ഇതുവരെ ഓഫീസിൽ പോലും ഇറങ്ങിയിട്ടില്ലെന്ന് അവന്തിക പറയുമ്പോൾ എന്താണെങ്കിലും അവൻ വരും, നീ റെഡിയാകാൻ പറഞ്ഞുകൊണ്ട് സേതു മുറിയിലേക്ക് പോകുന്നു. അതേസമയം അവന്തിക മനസ്സിൽ പറയുകയാണ്, എന്താണെങ്കിലും അയാൾ ഇന്നത്തെ ഫംഗ്ഷന് വരില്ലെന്ന് എനിക്ക് 100% ഉറപ്പാ. പിന്നെ എന്തൊക്കെ ചെയ്തു കൂട്ടണമെന്ന് ഞാനിപ്പോൾ തന്നെ മനസ്സിലും കണ്ടുവച്ചിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്ന നെല്ലിശ്ശേരിയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം സച്ചിയും സന്ദീപും കൂടി വീട്ടിലേക്ക് വരുന്നു. അല്ല, നന്ദൻ എവിടെയെന്ന് സേതു ചോദിക്കുമ്പോൾ നന്ദൻ കുറെ നേരം മുമ്പ് തന്നെ ഇറങ്ങിയെന്നും ആരും അത്യാവശ്യമായി കാണാനുണ്ടെന്ന് പറഞ്ഞെന്നും സന്ദീപ് പറയുന്നു. നിങ്ങൾ എന്താണെങ്കിലും പോയി ഫ്രഷ് ആയിട്ട് വാ, അവനിപ്പോൾ തന്നെ വരുമായിരിക്കുമെന്ന് സേതു പറയുന്നു. അങ്ങനെ സച്ചിയും സന്ദീപും മുകളിലേക്ക് പോകുമ്പോൾ
നന്ദൻ വരുമോ എന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണ് സേതുമാധവൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.